പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബുധനാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. രാത്രിയിൽ കർത്താവെ വിശ്രമം നൽകിയതിനും നന്ദി പറയുന്നു. വിശ്രമിക്കാൻ പറ്റാത്തവരും ഉറക്കമില്ലാതിരുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശോയെ, കുടുംബത്തിലെ അലോക്യങ്ങളും അസ്വസ്ഥങ്ങളും കാരണം ഉറങ്ങാതെ കിടന്ന മക്കളുണ്ട്. കർത്താവ്, അവരെ എല്ലാം സഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് കൃത്യസമയത്ത് ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണേ. അവരുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ, ഉറക്കമില്ലാതിരിക്കാനുള്ള കാരണങ്ങൾ, ചിലപ്പോൾ സ്വകാര്യ ബന്ധങ്ങളുടെ തകർച്ചയാകാം, ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമാകാം, അല്ലെങ്കിൽ ശാരീരിക രോഗമാകാം, പക്ഷേ വീട്ടിൽ അസമാധാനക്കുറവാകാം. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങയുടെ ദിവസത്തെ കണ്ണുനീരോടെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശ്യിക്കണം. അവരുടെ കഴിവ് കൊണ്ടല്ല കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് അവിടെ അങ്ങേ സമാധാനം അനുഭവിക്കാനും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വരുമാന മാർഗങ്ങളില്ലാത്തവരുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കട അടച്ചിട്ടിരിക്കുന്നവരുണ്ട്, പുതിയ കച്ചവടം കാണാത്തവരുണ്ട്, കച്ചവടം പരാജയപ്പെട്ടവരുണ്ട്, അതുപോലെ വിൽക്കാൻ പാടില്ലാത്ത ചരക്കായിട്ട് കെട്ടിക്കിടക്കുന്നവരുണ്ട്, ഏജൻസി സഹായങ്ങൾ വിട്ടിരിക്കുന്നവരുണ്ട്, ആർക്കും വേണ്ടാത്തവരുണ്ട്, ഓഫറുകളൊക്കെ വന്ന് കോമ്പറ്റീഷൻ കൂടിയപ്പോൾ ജീവിക്കാൻ ഇത്രയും നാൾ ജീവിച്ച പല കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഈശോ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ കൊണ്ടും മത്സ്യമേഖലയിലെ വരുമാനം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഈടറിവുകൾ, അതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുതിയ പുതിയ ബുദ്ധികൾ, പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആലോചനകൾ, അതിജീവനത്തിന് മാർഗങ്ങൾ അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ, പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾ, ജോലിക്ക് പോയിരിക്കുന്ന മക്കൾ, അവർ ആ മേഖല അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം മനം നൊന്തിരിക്കുന്നവർ അവരെ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. വിദേശത്തുള്ള രോഗികൾ
അവർ വല്ലാതെ വലയുന്നവരുണ്ട്. ഈശോയെ, ഒരു ശുശ്രൂഷ ലഭിക്കാത്തവരും വളരെ മോശമായ സാഹചര്യങ്ങളിൽ നാട്ടിൽ പോരാനും പറ്റണില്ല, പോരാതിരിക്കാനും പറ്റുന്നില്ല, സമ്പത്തുമില്ല, ജോലിയുമില്ല, ഇങ്ങനെ കിടന്ന് കറങ്ങി വരുന്ന വേദനിക്കുന്നവർ ഇന്നും നീ സഞ്ചാരി മാതാവേ അമ്മ ഇന്ന് അവരെ സന്ദർശിക്കണം. ഈ പ്രാർത്ഥന കേട്ടിട്ട് അവർ നിൻ്റെ അനുഭവം ഉണ്ട്, അടയാളം കിട്ടിയിട്ട് ആശ്വാസം അനുഭവിച്ചിട്ട് അവർക്ക് ഭാഷത്തിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് കർശനത്തോട് യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തൊഴിലിടങ്ങളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ആശ്രവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ കോടതി കേസുള്ളവർ, പോലീസിൽ കേസുള്ളവർ, അതെല്ലാം മോശമായ രീതിയിൽ മാറുന്നവരും, അതുപോലെ തന്നെ സത്യത്തിന് നിരക്കാത്ത വിധത്തിൽ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വേദനിക്കുന്നത് തങ്ങൾക്ക് ആരുമില്ലല്ലോ, അതിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, വിദ്യാഭ്യാസമില്ലല്ലോ, ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിച്ച് നൊമ്പരപ്പെടുന്നവരെ, ഭാരപ്പെടുത്തുന്നവരെ കർത്താവിൻ്റെ ചൈതന്യത്തിന് സമർപ്പിക്കുന്നു. അവർക്ക് ദൈവം തന്നെ തുണയായി നിന്നുകൊണ്ട് ഞാൻ ഏത് കോടതിയിലായാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് അവർ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എഴുതുന്ന കുഞ്ഞുങ്ങൾ, ടെസ്റ്റുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മക്കൾ, ഓരോരോ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ജോബ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഇൻ്റർവ്യൂകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം പങ്കെടുക്കുന്ന മക്കൾ, അവർക്ക് പലപ്പോഴും കണ്ട് അവരുടെ പ്രതിയോഗികളെ കണ്ട് പകച്ചു നിൽക്കുന്ന മക്കൾ, അവർക്ക് ശക്തി കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഉന്നതമായ വിജയം നൽകി അവർ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പരിശുദ്ധ ദൈവം ഏൽപ്പിക്കുന്ന കല്യാണം ഒത്തുവരാത്ത മക്കൾ, ഒത്തിരി കല്യാണം നടക്കുന്ന സീസണിൽ പോലും ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവർ, വന്ന കല്യാണം പിരിഞ്ഞു പോണവർ, അകന്നു പോണവർ, കർത്താവെ അത് അലസിപ്പോകുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലും ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരും, അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നവരും, അതുകൊണ്ട് ദൈവത്തോട് അടുക്കാതിരിക്കുന്നവരും, പ്രാർത്ഥിക്കാതിരിക്കുന്നവരും, എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയ അനുഭവങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരും, ഇങ്ങനെ എപ്പോഴും തന്നോട് തന്നെ വെറുപ്പ്, എല്ലാവരുടെയും വെറുപ്പായിട്ട് ഇങ്ങനെ ഇരുട്ടുമുറിയിൽ സ്വന്തമായിട്ട് തളച്ചിട്ടിരിക്കുന്ന മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ അവർ പരിശുദ്ധം അവരെ സഹായിക്കുകയും അവരെ സന്ധിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം സഭകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ശ്രമിക്കണം. ഇപ്പം ചില ആൾക്കാർ വർക്കൗട്ടിന് പോണില്ലേ, ജിംനേഷ്യത്തിലൊക്കെ പോണില്ലേ അല്ലേ, ചിലർ ക്രാഷ് കോഴ്സിന് പോകുന്നുണ്ട്. ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിയാൽ അടുത്ത ജോലി കിട്ടാൻ വേണ്ടി, അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി അവരങ്ങനെ പോകുന്നുണ്ട്. ചിലർ ട്യൂഷന് പോകുന്നുണ്ടല്ലേ, അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നു. സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടാകും ചിലർക്ക്. ഇപ്പോൾ എന്താ പ്രശ്നം, എല്ലായിടത്തും നടക്കണത് എന്താണ്, ഇപ്പോൾ വർക്കൗട്ടിന് പോകുന്നവരും, അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിന് പോകുന്നവരും, സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നവരും അവർ ചെയ്യണ കാര്യം എന്താണ്, അവിടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലും എന്താ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം പോലും നിങ്ങളുടെ മെരിറ്റിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയും പുരോഗമിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അല്ലേ. പ്രാർത്ഥന അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിന് പോയി, ക്രാഷ് കോഴ്സിന് പോയി, നിങ്ങൾ നല്ല 100% മെറിറ്റോറിയസ് ആണെന്ന് വിചാരിച്ചോ. അപ്പോഴും നമ്മൾ ഗോതയിലിറങ്ങുമ്പോൾ എന്താ സംഭവിക്കണത്, ഗോതയിലിറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ എൻ്റെ റെക്കോർഡ് കവർ ചെയ്തിട്ടുണ്ട്, ഒക്കെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫീൽഡിൽ വരുമ്പോൾ, ആ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ വരത്തില്ലേ, അപ്പം നമ്മൾ ഡൗൺ ആയി. എന്താ കാര്യം, നമ്മളെപ്പോലെ തന്നെ മെരിറ്റുള്ള കുറേ ആൾക്കാരോട് നിൽക്കണ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും, നമ്മളെപ്പോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാർ നമ്മൾ നിൽക്കണത്, എഞ്ചിനീയറിംഗ് കോളേജിലായാലും ശരി, അല്ലെങ്കിൽ ഒരു കമ്പനിയിലായാലും ശരി, അതുപോലെ തന്നെ ഓവർസീസ് ബാങ്കിലായാലും ശരി, നമ്മളെപ്പോലെ മെരിറ്റോ നമ്മളെക്കാൾ കൂടുതൽ മെരിറ്റോ ഉള്ളവരാണ് അവിടെ നിൽക്കണത്. അപ്പോൾ നമ്മളുടെ ചോദ്യം എന്താണ്, എത്ര പേർക്ക് ഈ മെരിറ്റ് ഉണ്ടെന്ന് നോക്കും. 1, 2, 3, 4, 5, അപ്പോൾ നീ ഉൾപ്പെടെ 7 പേർക്കും ഈക്വൽ മെരിറ്റാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കണത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും, എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ അവർ പറയും 3 സീറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ മോന്ത പോകും. എന്താ കാര്യം, അവസരം 3 ഉള്ളൂ,
പക്ഷേ മെറിറ്റ് 7 ഉണ്ട്. അപ്പോൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ടത് വീണ്ടും ഭാവി തുലാസിലാവും. ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിലെ. അപ്പം അതുകൊണ്ട് ബൈബിൾ എന്ത് പറയും? ബൈബിൾ പറയും, നീ ക്രാഷ് കോഴ്സ് ചെയ്യേണ്ടതും വർക്കൗട്ട് ചെയ്യേണ്ടതും ഗ്രേസിനാണെന്ന് പറയും. അതാണ് പ്രശ്നം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം എങ്ങനെ? എഫെസ്യൻസ് 2:8 അനുസരിച്ചാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ ലോകത്തുള്ള എല്ലാ മെറിറ്റിൽ ആണ് നടക്കണമെങ്കിലും ഈ മെറിറ്റ് ഈക്വലായിട്ട് വന്നവരുടെ എണ്ണം കൂടുകയും അവസരങ്ങൾ കുറയുകയും ചെയ്താൽ നീ പ്രതിരോധത്തിലാകും. അപ്പോൾ ദൈവ പൈതൽ പ്രതിരോധത്തിലാകാതിരിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പോംവഴിയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? അത് നിങ്ങൾ ചെയ്യേണ്ടത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കണം. ഈ മെറിറ്റുകാരൻ ഗോപി വരക്കണ കാണാം, ഇതിൽ ഗ്രേസുകാരൻ കയറിപ്പോണ കാണാം. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് അവൻ പറയുമ്പോൾ ചെയ്യുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ്, ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വർദ്ധിപ്പിക്കും. അപ്പോൾ എന്താണ്? അവൻ പറയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് മെക്കാനിക്കലായിട്ട് ചെയ്യാം. ഇപ്പം ഗ്രേസ് കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ അവൻ പറയണ പോലെ സാങ്കേതികമായിട്ട് ചെയ്യാം. അങ്ങനെ ആൾക്കാർ ചെയ്ത് പരാജയവും പണിയും മേടിക്കണം. അങ്ങനെ എന്താണ്? പത്രം പ്രവർത്തനം ചെയ്യുന്നു, കർത്താവിനെ അറിയാത്ത അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, പിന്നെ എന്താ രോഗികളെ പോയി കാണുന്നു, അവർക്ക് നമുക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്ത് അങ്ങനെ ജീവിക്കുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഉദ്ദേശം നമ്മളുടെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അവിടെ ദൈവം കക്ഷിയല്ല. എന്താ കക്ഷിയായിരിക്കണത്? നമ്മൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ അത് വരുമ്പോൾ അതെന്ത് പറ്റും? അപ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങിലാണ് അത് പോകത്തുള്ളൂ. എന്താണ്? വർക്കൗട്ടിന് അതിൻ്റെ ഫലം ഉണ്ടാകും. പക്ഷേ ഈ മെക്കാനിക്കൽ വണ്ടിയില്ലേ, ഭയങ്കര ഈ വളക്കണമെങ്കിലൊക്കെ ഭയങ്കര പാടല്ലേ ലോറി. അത് പക്ഷേ ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടാ. പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ തന്നെ എടുത്തേ. ഈശോ എന്താണ് അവസാനം പറഞ്ഞതെന്ന് നോക്കിയേ? യോഹന്നാന്റെ സുവിശേഷം 17:20. അവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥന അങ്ങനെ ചോര വിയർക്കുന്ന സമയത്ത് പോലും ശിഷ്യന്മാരെ മാത്രമല്ല, ശമയോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ ഈശോ ആ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. ശമയോൻ നീ എഴുന്നേറ്റ് മറ്റുള്ളവരെയും ബലപ്പെടുത്താൻ പറയുമ്പോഴും ആ ബലപ്പെടുത്തപ്പെട്ട അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കണത്. ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഈശോ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ഗ്രേസ് ഗീവിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ IELTS പാസ്സാകണം, നമ്മുടെ PR കിട്ടണം, നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞ് മാത്രം മിനിമം പ്രോഗ്രാം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഗ്രേസ് ഉണ്ടാകത്തില്ല. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണമെങ്കിൽ ആ തോന്നുന്ന പോയിൻ്റ് ഉണ്ട്. അതാണ് ആ പോയിൻ്റ് വരെ നമ്മൾ എത്ര വെള്ളം ചൂടാക്കണമെങ്കിൽ ചൂടായി ആവിയാകണം എപ്പോഴാണ്? 100 ഡിഗ്രി തിളപ്പിക്കണ്ടേ? അതുപോലെ തന്നെ ദൈവത്തിന് നമ്മൾ കരുണ തോന്നണമെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനം പറയുന്നത് 123:2 എടുത്ത്, ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. അപ്പം ദൈവകരുണ നമുക്ക് ലഭിക്കാനും ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മളുടെ ഈ IELTS, വീട് വിൽപ്പന, അതുപോലെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയുള്ള സാങ്കേതികമായ ചെയ്ത്തുകളല്ല. അതിന് ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. അപ്പോഴാണ് ആ പോയിന്റ് നമ്മൾ എത്തുമ്പോഴാണ് ദൈവം നമ്മൾക്ക് കരുണ തരുന്നത്. കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് എല്ലാവരും A ഗ്രേഡിലേക്ക് മാറ്റിക്കുന്ന ദൈവം. മനസ്സിലായില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും നിലവാരമുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തിലേക്ക് ഉയർത്തുകയാണ്. എന്തിനാണ്?
ഈ സ്നേഹ നിലവാരത്തിൽ നിന്നാണ് ദൈവം നമ്മളിലെ കൃപയുടെ പ്രവർത്തികളെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് നമ്മളെ കൃപയിൽ നിറച്ച് മഹത്വപ്പെടുത്തി ഉയർത്തുന്ന ഒരു പാക്കേജാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ IITS സ്ഥലം വിൽക്കണത് ഒന്നുമല്ല പ്രശ്നം. നിങ്ങൾ ഓർക്കും ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം ഇരിക്കണമെന്ന് ഓർക്കും. അതൊന്നുമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ കുഞ്ഞുങ്ങൾ പനിയായി കിടക്കുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? കുഞ്ഞ്, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇറച്ചി മേടിക്കണില്ല, കുഞ്ഞിനെ പനി തീരുമ്പോൾ അമ്മ മേടിക്കും. അപ്പം നല്ല കുഞ്ഞിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊതി വീർപ്പിച്ചിട്ട് എത്രയും വേഗം ഹീലാകാൻ വേണ്ടി അമ്മ ഒരുക്കണ ഒരു അമ്മ തന്ത്രമുണ്ട്. ശരിക്കും അത് സ്നേഹമാണ്. ശരിക്കും ഇത് തന്നെയാണ് ദൈവം ചെയ്യണത്. ഈ സ്നേഹതന്ത്രത്തെ നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ദൈവം കൃപയുടെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിന് മേലും ദൈവം നമ്മളെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൂടെ എന്നേക്കുമാക്കാനുള്ള വലിയൊരു സനാതന സ്നേഹമുണ്ട്. അതാണ് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ ഭാഷ പെരുമാറാൻ വേണ്ടിയാണ് ജോലി, വീട്, വിവാഹം, അങ്ങനെ പല കാര്യവും പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തി അതൊക്കെ ആർജിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ് ഉദ്ദേശങ്ങളാണ് ഉള്ളത്, അല്ല ഈ കൊച്ചു ഉദ്ദേശങ്ങളല്ല. ചില ആൾക്കാർ ഉടമ്പടിയെ വിമർശിക്കുന്നവരൊക്കെ പറയും, ഇതെന്നാ ഇങ്ങനെ ഓരോ കാര്യം വെച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ്, പത്തിയുടെ കച്ചവടം നടത്തുകയാണ്. അപ്പം അത്തരം വിവരമില്ലാത്തവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യമായി ബൈബിൾ ആധ്യാത്മികതയുടെ ഏറ്റവും കാര്യങ്ങൾ പോയി കിൻഡർഗാർട്ടനിൽ പോയി പഠിച്ചിട്ട് വേണം കൃപാസനത്തോട് സംസാരിക്കാൻ. എന്താ കാര്യം, ഞാനിത് ഈ ശുശ്രൂഷ തുടങ്ങിയത് എൻ്റെ 4 വയസ്സ് തുടങ്ങിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് ഒരു ധ്യാനം കൂട്ടിയിട്ട് വന്ന് ബൈബിൾ എടുത്ത് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല ഇത്. ഞാനൊരു ധ്യാനത്തിലും പോയിട്ടില്ല, ഒരു ധ്യാനം കൂടിയിട്ടില്ല. പക്ഷേ കൂടേണ്ട കാര്യം ഞാൻ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതൊരു ജന്മം കൊണ്ടാണ് കൂടിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് 10,000 ഇവിടെ സുവിശേഷ സാക്ഷ്യം, ലോകത്തിൽ അസ്തമിക്കാത്ത സാക്ഷ്യത്തിന് സൂര്യൻ അസ്തമിക്കാത്ത ഒരു ഇടം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ജന്മമുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മിനി ജോസഫ് എന്നാ ചെയ്യണത്? അവർ ഈ 10 രൂപ കൊടുക്കുമ്പോൾ റൗണ്ട് സൗത്തിലുള്ള എല്ലാവിധ ഓട്ടോക്കാരെടുത്തും ഈ 10 രൂപ കൂടി കൊടുക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരും വെറുതെ കൊടുത്തിട്ടും പോരുകയല്ല. അവർ പറഞ്ഞ് ആശുപത്രി പത്രം കൊടുക്കുമ്പോൾ ഞാൻ നിർത്തി. ഞാൻ എന്താണ് ആശുപത്രി പത്രം കൊടുപ്പ് നിർത്തിയെന്നറിയാമോ? ഞാൻ ചെല്ലുമ്പോൾ കൃപാസനം പത്രം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നും പറഞ്ഞ് കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവിടെ വെച്ചേക്കാൻ വേണ്ടി ഉടനെ അവിടുത്തെ വാച്ച്മാൻ പറയും. അങ്ങനെ അവിടെ വെച്ച ഒരു കുന്നുകണക്കിന് കൃപാസനം പത്രം ഓരോ ആശുപത്രിയുടെ പാർലറുകളിൽ, സന്ദർശന മുറികളിൽ ഷോ കേസിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന്. അത് കാണുമ്പോൾ സങ്കടം തോന്നണം, ദൈവസ്നേഹമുള്ളവർക്ക് സങ്കടം തോന്നും. ഞാനത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് തൃശ്ശൂർ റൗണ്ട് സൗത്തിൽ വന്നിട്ട് ഓരോ ഓട്ടോറിക്ഷക്കാരെടുത്തും കൊടുക്കും. എന്താണ്, അവർ ഓട്ടോ ഓടുമ്പോൾ വായിച്ചിട്ട് സമയം കിട്ടുമ്പോൾ അവർക്ക് സമയം കിട്ടും, അവർക്ക് വായിച്ചിട്ട് അവർ പത്രം ഓട്ടോറിക്ഷയിൽ വെക്കും. അപ്പോൾ യാത്രക്കാരൻ വന്ന് അതെടുത്തുകൊണ്ട് പോയിക്കോളും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഈ പത്രം കൊടുത്തിട്ട് പറയും, ഞാൻ പോയി സുഖപ്പെട്ട സ്ഥലമാണത്, മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, നിങ്ങളും പോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചാൽ മക്കളെ, നമ്മുടെ ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ ഉടമ്പടി ശരിക്കും ഹാച്ചാകും. കോഴിമുട്ടയൊക്കെ നമ്മൾ ഹാച്ചാകല്ലേ അല്ലേ? മുട്ടയൊക്കെ പൊരുന്നാൻ വെക്കുമ്പോൾ അത് ഹാച്ചാകുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ചൂടൊക്കെ കൊടുത്ത് കൃത്രിമമായിട്ട് ഇൻക്യുബേറ്ററിൽ ചെയ്യണത് സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഹാച്ചാകുന്ന, ഉടമ്പടി ഹാച്ചാകുന്നത് ഇതുപോലെ ലിമിറ്റഡ് ദൈവസ്നേഹത്തിൻ്റെ ചൂട് വേണം. അതിന് വിശ്വാസത്തിൻ്റെ ചൂട് വേണം. വിശ്വാസത്തിൻ്റെ ചൂടുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ളവർ എന്തു ചെയ്യും? അവർ ആശുപത്രി ചെന്നിട്ട് പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വിവരം പറഞ്ഞിട്ട് തെരുവീതികൾ അത് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ പോയ സ്ഥലമാണിത്, കർത്താവ് ജീവിക്കുന്ന സ്ഥലമാണിത്, നിങ്ങൾക്കും പ്രയാസവരെ പോകണം, നിങ്ങൾ ദൈവം കാത്തിരിപ്പുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഉടമ്പടി വളരെ സിമ്പിളാ. എന്താ കാര്യം? ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ മതി, ഇത് പെട്ടെന്ന് ഹാച്ചാവും. അതുപോലെ തന്നെ നമ്മൾ സറണ്ടർ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്നേഹമുള്ളവർ സറണ്ടർ ചെയ്യും.
ദൈവസ്നേഹം ഉള്ളവർക്ക് എന്തൊരു അറിയാം, ദൈവസ്നേഹം ഉള്ളവർക്ക് ദൈവം തന്നെ ഇപ്പം അവരോട് എന്താ പറഞ്ഞത്? ഉടമ്പടി അവർ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ ചെവി പറഞ്ഞ് ഭവനം 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 എഴുതാൻ പറയും. കർത്താവ് ഈശോയ്ക്ക് ഇഷ്ടം അത് ഉടമ്പടിയുടെ കൊടുത്തിട്ട് മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇതിനകത്തുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടുകളാണത്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഈശോ പറഞ്ഞെന്ന് അതിനോട് പറഞ്ഞു, അല്ല മാതാവ് പറഞ്ഞെന്നല്ല പറഞ്ഞത്. അവരെഴുതി കൊടുക്കുമ്പോൾ പറയും ഭവനം ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം കൊടുക്കാൻ ഈശോ നേരത്തെ തീരുമാനിച്ചു. പക്ഷെ അത് മാതാവ് തുറു കൊടുക്കണമെന്നാണ് ഈശോയുടെ ഒരു പദ്ധതി. അതാണ് കാനായി സംഭവിച്ചത്. അത് തന്നെയാണ്. കാനായിലും ആ വെള്ളമൊക്കെ വീഞ്ഞാക്കാനൊക്കെ കർത്താവ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ ആദ്യമായിട്ട് കൈനീട്ടം കൊടുക്കണമെങ്കിൽ അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ്. കൈ ഇടിച്ചിട്ട് ലലിയ മക്കളെ, ഇതൊരു ഉടമ്പടി ഒരു ദൈവവിളിയാണ്. എന്തിനുള്ള ദൈവവിളിയാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ളൊരു തീരുമാനമാണത്. നിങ്ങൾ ദൈവത്തെ കറയില്ലാതെ അങ്ങോട്ട് സ്നേഹിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടിക്കാരി വസ്തുവിക്കാനാണെന്ന് പറയണത്. അപ്പം തന്നെ അടി മോന്തൊക്കെ പാഴ്സൽ കിട്ടും. വെറുതെ എന്തിനാണ് വന്ന് പണി മേടിക്കണത്? ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വക്കീലുണ്ടായിരുന്നു. വക്കീലിൻ്റെ പേര് റോബിൻസ് തോമസ്, അഡ്വക്കേറ്റാണ്, കോഴിക്കോട്. അപ്പം വക്കീലിൻ്റെ ഒരു സാക്ഷ്യം പറയണത്, അവർ പറഞ്ഞത് ഉടമ്പടി ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. അയാൾ പറഞ്ഞ രസമാണ്, വക്കീലാണ്. ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് വിശ്വാസം അത്ര കണ്ട് എല്ലാ കാര്യവും അങ്ങോട്ട് ദഹിക്കണില്ല. അപ്പം വിശ്വാസം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, ആ കുടുംബ പ്രാർത്ഥനയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടും, പകുതി കൂടും, മുക്കാൽ കൂടും, ചിലപ്പോൾ കൂടത്തില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറിപ്പോയി. വക്കീൽ പറഞ്ഞ നല്ല രസമാണ്. വക്കീലിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പാവപ്പെട്ടവൻ 19 കൊല്ലം കോടതിയിൽ നല്ല ഹൈ ക്ലാസ് വക്കീലാണ്. പക്ഷേ ഇപ്പോഴേ അങ്ങനെ കോടതിയിൽ ഒരു പുതിയ തസ്തിക വന്ന്, എന്നാ തസ്തിക എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് ഗവൺമെൻറ് പ്ലീഡർ. അസിസ്റ്റൻറ്റ് ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ഒരു തസ്തികയാണ്. അപ്പോൾ തസ്തിക വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് കോൾ ഫോർ ചെയ്ത്, അല്ല പുള്ളി ആപ്ലിക്കേഷൻ വെച്ച്. അതൊരു ജോലിയാണല്ലോ, ഗവൺമെൻറ്റിന് ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ കേസ് ഇല്ലെങ്കിലും ഗവൺമെൻറ് കേസ് നമുക്കുണ്ടാകും. നമുക്ക് ഈ ഗവൺമെൻറ് കേസിന് വേണ്ടി അറ്റൻഡ് ചെയ്താൽ മതി. ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഭാഗത്തുനിന്ന് നമ്മൾ സർക്കാരിൻ്റെ ആളായിട്ട് കോടതിയിൽ അറ്റൻഡ് ചെയ്താൽ മതി. ശമ്പളം കിട്ടുന്ന ജോലിയാണത്. അപ്പോൾ ഞാൻ 19 കൊല്ലം ആയില്ലേ ഇത് ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നാളെ ഇങ്ങനെ ശമ്പളമുള്ള ജോലി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിന് ആപ്ലിക്കേഷൻ വെച്ചു. അപ്പോൾ 8 പേരുടെ ആപ്ലിക്കേഷൻ കോടതിക്ക് കിട്ടി. 8 പേരുടെ ആപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ അത് കളക്ടറാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ കളക്ടർ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ടർ അത് മുഴുവനും ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു. ആപ്ലിക്കേഷനില്ല, ഈ ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ആപ്ലിക്കേഷൻസ് 8 ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു. ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിനുശേഷം അത് പാസ്സായി വന്നപ്പോൾ ഇങ്ങയുടെ പേരൊഴിച്ച് ബാക്കി ഇങ്ങയുടെ പേര് പോയി. വേറെ 1-2 പേരുടെ പേര് പോയിട്ടുണ്ട്. 2-3 പേർക്കേ അത് കിട്ടിയുള്ളൂ. പക്ഷേ ഇയാൾ നോക്കി, ഇയാൾക്ക് സീനിയോറിറ്റി ഉണ്ട്, ഇന്ന് വരെ ലീഗൽ സ്യൂട്ട്സ് ഒന്നും ഇല്ല ഇയാൾക്കെതിരെ. അപ്പോൾ ഇയാൾക്കൊരു സങ്കടമാവും, എനിക്ക് കിട്ടേണ്ട ജോലിയാണല്ലോ. അപ്പോൾ ഇയാൾ അമ്മയോട് പറയും. അപ്പോൾ ഇയാൾ ഒന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പറയും, അപ്പോൾ ഇത് പോയില്ല. അപ്പോൾ അമ്മയോട് പറയും, അമ്മ ഇത് എനിക്ക് കിട്ടേണ്ടതാണിത്. ഉടമ്പടി എടുത്ത് ഈ കാശുരൂപമായിട്ട് ഈ മനുഷ്യൻ, അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സെല്ലാം ശ്രദ്ധിച്ചിരുന്നത്, ഈ അഡ്വക്കേറ്റുകാരും ഡോക്ടർമാരും എൻജിനീയേഴ്സും ഒക്കെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ചില ആൾക്കാർ അവർക്ക് ബുദ്ധി കൂടുതലുള്ള കാരണം ഉടമ്പടി ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കണ്ടൻസുകളുണ്ട് അതിനകത്ത്. ചില ചേച്ചിമാരത് ധ്യാനപ്രസംഗം പോലെ കൂടണം, അതുകൊണ്ടാണ് അവർക്കൊന്ന് കിണിയാമണി അറിയാൻ മേലാതെ വരുന്നതിൻ്റെ കാര്യത. ചിലർ എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിട്ടേൺസ് ഉണ്ട്, വളവിട്ട വരുമാനം ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ വളവിടാൻ ശാസ്ത്രീയമായിട്ട് അവർ വളവിടും അതിനകത്ത്. അപ്പോൾ വക്കീൽ നോക്കുമ്പോൾ ഇത് കാര്യം കറക്റ്റ് സംഭവം, ഈ പറഞ്ഞ ഉടമ്പടി പറയുന്ന സംഭവം ടെക്നിക്കലായിട്ട് ഓക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യണതാണ്. എനിക്കാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ സർവീസ് കേസൊന്നും ഇല്ല, പിന്നെ ആവശ്യത്തിന് സീനിയോറിറ്റി ഉണ്ട്, പിന്നെ കിട്ടാതിരിക്കാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അമ്മയോട് വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പുള്ളിക്കാരെ കാശ് രൂപ വാങ്ങിച്ചുകൊണ്ട് പോകും. ഉടമ്പടി എടുത്ത് കാശും കൊണ്ട് പുള്ളി വീണ്ടും ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. അങ്ങനെ ചെല്ലാൻ പാടില്ല. ഉടമ്പടി എടുക്കുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ദൈവം പുതിയ എന്തുസ്യാസം കൊടുക്കുമല്ലോ. ഈ കാശ് രൂപം പിടിച്ച് ഉടമ്പടി കാശ് രൂപം പിടിച്ച് വിശ്വപ്രമാണം ചെല്ലും, ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. സാറേ, ഞാനിങ്ങനെ ലീഗൽ ഗവൺമെൻറ് പ്ലീഡറിന് ആപ്ലിക്കേഷൻ വെച്ചായിരുന്നു, റിജക്റ്റായി സാർ, അതൊന്ന് ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ ജഡ്ജി, ഞാനിപ്പോൾ കോടതി കേസ് കണ്ടുപോകണം, ഈ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത കേസുള്ള കാരണം നമുക്കറിയാം പല ജഡ്ജിമാരും പല മൂടാണ്.
ചില ജഡ്ജിമാർ അവിടെ നിന്നോട്ട് സംസാരിച്ചാൽ തന്നെ എല്ലാത്തിനും ഗെറ്റ് ഔട്ട് അടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ചില ജഡ്ജിമാർ അല്പം മൊബൈലൊക്കെ വിളിക്കില്ല ചില പ്രതികൾ അവിടെ നിന്ന് വെച്ച്. ചിലർ ജഡ്ജിമാർ സംസാരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ പോലീസ് വന്ന് 500 നമ്മൾ ചാർജ് ചെയ്യും. പിന്നെ കാശും പോവും, ആളും പോവും. അങ്ങനെ പല കോടതി ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ജഡ്ജിമാർക്ക് മൂഡ് ഔട്ടാണെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ജഡ്ജി പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഒന്ന് ചിരിച്ച്, എന്താ കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞതേ, ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പോയത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉടമ്പടിക്ക് ആശ്രയം ഉണ്ടെങ്കിൽ അത് മോശയുടെ വടി പോലെ ആയിരിക്കും. മോശയ്ക്ക് ദൈവം കൊടുത്ത വടിയാണ്. അത് വെച്ച് ചെങ്കടലിൻ്റെ മേലെ ദൈവനാമത്തിൽ വീശുമ്പോൾ കടൽ പിളർക്കും. അല്ല, നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയാൽ പോണ കേസല്ലത്. ദൈവം തന്നെ പിളർത്തും. നിന്നോട് കടലിൻ്റെ മീതെ കൈ കാണിക്കാനേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ അതുപോലെ ഉടമ്പടിയിലെ മാതാവാണ് നിങ്ങളുടെ കൂടെ വരണത്. വക്കീലിൻ്റെ കാര്യം മനസ്സിലായി. ഉടമ്പടി വെള്ള ഉടമ്പടി സിൽവർ ഗ്രേ ആണെന്ന് പറഞ്ഞതല്ല മൊണ്ണകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിലൂടെ മാതാവാണ് കൂടെ വരണമെന്നും അതെങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്നും വക്കീലിൻ്റെ കാര്യം മനസ്സിലായി. വക്കീല് മാതാവിനെ കൊണ്ട് ഇന്നപ്പോൾ തന്നെ ജഡ്ജി ചിരിച്ചു പറഞ്ഞ്, ശരി, നിങ്ങൾ ബാർ അസോസിയേഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, വക്കീൽമാരുടെ സംഘടനയില്ലേ, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്ന് പിന്നെ നിങ്ങളുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് സക്സസ് ക്ലർക്കിന് കൊടുത്ത് അത് എന്നിട്ട് റിമൈൻഡ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം ഈ മനുഷ്യൻ വീണ്ടും മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്രയം വെച്ച് ജഡ്ജിൻ്റെ ചേംബർ ചെല്ലുമ്പോൾ ജഡ്ജി പറയും, ഇറ്റ്സ് നിങ്ങൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ നിന്ന് റിസൾട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഗവൺമെൻറ് പീരീഡ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം വക്കീലിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വക്കീൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. വക്കീൽ പറയണത്, അമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി, റിജക്റ്റഡായി, അതാണ് വിഷയം, എനിക്കിനി മെറിറ്റില്ല. അതാണ് ഉടമ്പടി ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കുകയാണ്. എനിക്കിനി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റു, ഞാൻ റിജക്റ്റഡായി, എനിക്കിനി മെറിറ്റില്ല, ഇനി അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് യോഗ്യതയില്ല. ഇനിയുള്ള യോഗ്യത എന്താണ്? അമ്മ നൽകുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമേ യോഗ്യതയുള്ളൂ. അതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേ ഈസി ആയിട്ട് നോട്ട് ബൈ മെറിറ്റ് ഈ സാധനം വർക്ക് ചെയ്യാൻ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. എൻ്റെ ദൈവപൈതൽ നീ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർ പോലും, ഞാൻ നിങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് നേരെ അതായത് ദൈവവുമായിട്ടുള്ള യാത്ര പക്ക അൺറീസണബിൾ വാക്കിംഗ് ആണ്. അതിൻ്റെ അകത്ത് റീസണബിൾ വാക്കിംഗ് ഇല്ല. ഫെയ്ത്ത് വാക്കിങ്ങിൻ്റെ അകത്ത് റീസണൊന്നും ഇല്ല. കത്തോലിക്ക സഭയുടെ ഒരു പരാജയം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് റീസൺ വെച്ചു എന്നുള്ളതാണ്. റീസൺ ഇല്ല എവിടെയെങ്കിലും. അതായത് ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫിലോസഫി പഠിപ്പിച്ചിട്ടിട്ട് ലക്ഷങ്ങളെ ഇങ്ങനെ റീസണിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സഭയിൽ പരിശുദ്ധത പ്രവർത്തിക്കുന്നതിന് ചില സമയത്ത് അൺറീസൺ ആയിട്ടുള്ള വാതിലൂടെ ആയിരിക്കും വന്ന് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി നിന്റെ യുക്തിയുടെ വാതിലും ജനലും ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് ഏറ്റവും വലിയ അയുക്തി എന്ന് പറയുന്നത്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2008 ഞാൻ മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോഴേ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് അപ്പോൾ ഞാൻ 2087 മുതൽ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി പുത്തമ്പാന, അമ്മാനം, ദേവാസ്ത, വെളിപ്പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം വരെയുള്ളതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും റിസർച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിസരമായിട്ട് കേരളം മുഴുവൻ അരഞ്ഞിറക്കണം. അങ്ങനെ ഞാൻ സാഹിത്യ അക്കാദമി പഠിച്ചത് ഞാൻ നിങ്ങൾ പറഞ്ഞത് ആ ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ, സീനിയർ ഫെലോഷിപ്പാണ്, കേരളത്തിൽ 2 പേർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ ആത്മകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അതല്ല പ്രശ്നം. ആർക്കാണ് ആ വർഷം സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്? ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചവർക്കാണ്. ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നോവേഷൻസിന് വേണ്ടിയാണ്. ഫിസിക്സിൻ്റെ തിയറം വെച്ചുകൊണ്ട് അവർ, അല്ലെങ്കിൽ ഫോർമുല വെച്ചുകൊണ്ട് അവർ തനതായിട്ട് കണ്ടുപിടിച്ച ചില പരീക്ഷണ ഉപകരണങ്ങൾക്കാണ് അവർ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപയാണ്. അത് വലിയൊരു അവാർഡാണ്. എനിക്കുണ്ട് ഫിസിക്സ് പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണ്? സഭയുടെ സംസ്കാരിക കലാപേദങ്ങളെ പഠിച്ചിരിക്കുന്നത്. ഞാൻ അതിന് പകരം ചവിട്ടുനാടകത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുത്തു. ഇവിടെ മെറിറ്റ് ഉണ്ടാകും. നോൺസെൻസ് അല്ലേ, അട്ടർ നോൺസെൻസ് അല്ലേ, ഇവിടെ മെറിറ്റ് ഇല്ലല്ലോ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഗ്രേസ്ഫുള്ളാണ്, ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. അതാ വിഷയം. നിങ്ങളെ റീസൺ വഴികളിലൂടെ പോയിട്ടുള്ളവരെ
ദരിദ്രനാരായണന്മാരായിട്ട് ഗതികിട്ട പ്രേതങ്ങളായിട്ട് അവസാനിക്കും വിശ്വാസ വഴികളിൽ. ഒരു സംശയമില്ല. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ റീസൺ ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ്. അല്ല ബുദ്ധിയുടെ തലക്കനമല്ല, യുക്തിയുടെ തരത്തിലുള്ള വിശ്ലേഷണ പദ്ധതികളൊന്നുമല്ല. നിങ്ങൾ ഉള്ളി പൊളിച്ച് പോയിട്ട് എവിടെ പോകാനാണ്? ഒരിടത്തും പോകാനില്ല. അവസാനം ഭാഗം വന്നിരിക്കും, ഒരു കഥയില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് ഗ്രേസ് നിങ്ങൾ അറിയും. അപ്പോഴേ ആർക്കാണ് തന്നിരിക്കണത്? ആ വർഷത്തെ ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്ന ആൾക്കാണ്. എനിക്കാണ് 1-ാം സ്ഥാനം. പ്രൈസ്തലാണ്. അതെന്താ കാര്യം? ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ് നിങ്ങളോട് പറയണത്. ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ്. എന്നേക്കാൾ സീനിയറായിട്ടുള്ള എന്തുമാത്രം ആൾക്കാരുണ്ട്, എന്നേക്കാൾ യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരാളവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ലോകത്തിലുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ കൃപയ്ക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ വിശ്വസിക്കുമ്പോൾ തികച്ചും വിശ്വസിക്കണം, കലർപ്പില്ലാതെ വിശ്വസിക്കണം, കാപഠ്യമില്ലാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ജോനയുടെ 10 സമയോടെ നീ എന്നെ സ്നേഹിക്കുന്നു വന്ന് 15 കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് എന്ത് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് വിശ്വസിക്കുക. 10 ദിവസത്തോട് കർത്താവ് എന്താണ് ചോദിച്ചത്? ജോനയുടെ 10 ക്ഷമയോനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യ പൈതലെ, ഓരോ വിശ്വാസി ദൈവ പൈതങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ശരണപ്പെടാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് സാക്ഷ്യമായി ജീവിക്കാനുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപകർത്താവേ എന്ന് ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടമ്പടി നല്ല ശരിക്കും ബേണാവും. അടിച്ചു ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ആൾത്താറിൽ നിന്ന് ഈ സമയത്ത് പകർന്നു നൽകിയ ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉൾച്ചൂട്, ആ ചൂടോടുകൂടി നിങ്ങൾ ജീവിക്കാൻ നീ തീരുമാനമെടുക്കുക. ആ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഉയർകൊള്ളുന്ന ഒരു വലിയ വിശ്വാസ സാക്ഷി ജീവിതത്തിൻ്റെ ജീവിത പങ്കാളിയായി മാറാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ശിരസിൽ കൈവച്ചു, 2 കൈകളും ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിച്ച് ഓരോ വിഷയത്തിനു മേലും ദൈവികമായ ശക്തി ഇറങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഉച്ചിമുതൽ ഉള്ളംകാൽ വരെ ദൈവം കൃപയാൽ തണുപ്പിക്കുന്ന അതേ ദൈവസ്നേഹത്താൽ നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന വലിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിന് ഗാനം ആലപിക്കട്ടെ. ഹല്ലേലൂയ. കൈകളെടുക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിലേക്ക് വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ശിരസിൽ കൈവച്ചുകൊണ്ട് അതിശക്തമായ ആത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കട്ടെ. സ്തുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുവേ, നിന്റെ ദാനവും ശക്തിയുമായ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ, അവരുടെ മക്കളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്ത ഉച്ച മുതലേ ഉള്ളംകാല് വരെ നിറയട്ടെ. എല്ലാ കോശങ്ങളിലും, പേശികളിലും, രക്തഞരമ്പുകളിലും, അസ്ഥിക്കുഴകളിലും, ഓരോ സൂക്ഷ്മ ഞരമ്പുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സിസ്റ്റുകളെ മുഴകൾ കർത്താവെ, തകർന്നിട്ടുള്ള എല്ലാവിധ ഡാമേജ് ആയിട്ടുള്ള ശാരീരികമായ ആന്തരിക അവസ്ഥകൾ, കർത്താവ് ത്വക്ക് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കർത്താവേ ഹൃദയ രോഗങ്ങൾ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങൾ, സ്പെൻഡോസ് അസുഖങ്ങൾ, കർത്താവ് പിസിയുടെ അസുഖങ്ങൾ, നടുവേദനകൾ, കിഡ്നി അസുഖങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിയുടെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ സൗഖ്യം പ്രാപിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈയെടുത്തുള്ള ജോലി, വീട്, വിവാഹം, വഴികൾ, പിന്നെ അതുപോലെ കേസുകൾ മാറാൻ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, രേഖകൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, യാത്ര, ഡ്യൂട്ടി, ലോണ്, കുടുംബത്തകർച്ച, സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ, ജോലിയിൽ നിന്നുള്ള വീഴ്ച, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിഷമതകളിൽ വേദനിക്കുന്ന എല്ലാവരുടെയും വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.